നമസ്കാരം. ലോകത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ന് ഒരൊറ്റ മുഖമേ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരൂ. അത് എലോൺ മസ്കിന്റെയാണ്. അപ്പോ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഒരാൾക്ക് ഒറ്റയ്ക്ക് ഈ ലോകം മാറ്റിമറിക്കാൻ പറ്റുമോ? ഈയൊരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ശരിക്കും എലോൺ മസ്കിന്റെ ജീവിതം. നമുക്കൊരുമിച്ച് ആ കഥയിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോ എന്താണ് മസ്കിന്റെ വലിയ സ്വപ്നം? സത്യത്തില് അദ്ദേഹത്തിന്റെ ഓരോ പ്രോജക്റ്റിന്റെ പിന്നിലും ഒറ്റൊരു ലക്ഷ്യമേയുള്ളൂ: മനുഷ്യരാശിയുടെ ഭാവിയെ ഒന്നടങ്കം മാറ്റിയെഴുതുക. ഈ പേരുകളൊക്കെ നിങ്ങൾക്ക് നല്ല പരിചയമുണ്ടാകും. ടെസ്ല, സ്പേസ് എക്സ്, ന്യൂറാലിങ്ക്. ഇതൊന്നും വെറും ബിസിനസ് കമ്പനികളല്ല. നമ്മൾ യാത്ര ചെയ്യുന്ന രീതി, സംസാരിക്കുന്ന രീതി, ഊർജ്ജം ഉപയോഗിക്കുന്ന രീതി, എന്തിനേറെ നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്ന രീതി പോലും മാറ്റാൻ കഴിവുള്ള വലിയ വലിയ ആശയങ്ങളാണ് ഇവ ഓരോന്നും. പക്ഷേ ഇത്രയും വലുതായി ചിന്തിക്കാനും സ്വപ്നം കാണാനുമുള്ളൊരു ധൈര്യം അത് അദ്ദേഹത്തിന് എവിടെ നിന്നാ കിട്ടിയത്? അതിന്റെ തുടക്കം മസ്കിന്റെ അസാധാരണമായ ആ കുട്ടിക്കാലത്ത് നിന്നാണ്. 1971 സൗത്ത് ആഫ്രിക്കയിലായിരുന്നു മസ്ക് ജനിച്ചത്. ചെറുപ്പത്തിൽ കൂട്ടുകാരേക്കാൾ കൂടുതൽ പുസ്തകങ്ങളായിരുന്നു അദ്ദേഹത്തിന് കൂട്ട്. ഒന്നാലോചിച്ചു നോക്കൂ, വെറും 12ാമത്തെ വയസ്സിൽ സ്വന്തമായൊരു വീഡിയോ ഗെയിം ഉണ്ടാക്കി അത് വിറ്റു. അപ്പോഴേ ആള് വേറെ ലെവലായിരുന്നു. പിന്നെ തന്റെ വലിയ സ്വപ്നങ്ങൾക്ക് പിന്നാലെ അദ്ദേഹം കാനഡയിലേക്കും അവിടെ നിന്ന് അമേരിക്കയിലേക്കും പറന്നു. ചൊവ്വയിലേക്ക് എത്തണമെങ്കിലും ആദ്യത്തെ ചുവട് ഭൂമിയിൽ തന്നെ വെക്കണമല്ലോ. അപ്പോ ഇന്ന് കാണുന്ന ഈ ശതകോടീശ്വരനാകുന്നതിനു മുൻപ് മസ്ക് തന്റെ സ്വപ്നങ്ങൾക്ക് അടിത്തറയിട്ടതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സഹോദരനുമായി ചേർന്നു തുടങ്ങിയ സിപ്2 എന്ന കമ്പനിയായിരുന്നു ആദ്യത്തെ വലിയ വിജയം. ഏകദേശം $300 മില്യൺ അത് വിറ്റത്. പക്ഷേ അതിലും വലിയൊരു വിപ്ലവമായിരുന്നു X.com. ആ ഓൺലൈൻ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമാണ് പിന്നീട് ലോകം മുഴുവൻ പണമയക്കാൻ ഉപയോഗിക്കുന്ന പേപാലായി മാറിയത്. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. പേപാൽ വിറ്റപ്പോൾ മസ്കിന്റെ കയ്യിൽ കോടിക്കണക്കിന് ഡോളർ വന്നു. സാധാരണ ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും? ആ പണമെടുത്ത് അടിച്ചുപൊളിച്ച് ജീവിക്കും, അല്ലേ? പക്ഷേ മസ്ക് ചെയ്തത് അതായിരുന്നില്ല. തനിക്ക് കിട്ടിയ പണം മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഒരെണ്ണ പൈസ ബാക്കി വയ്ക്കാതെ 3 പുതിയ സ്വപ്നങ്ങളിലേക്ക് ഇറക്കി. പലരും അന്ന് പറഞ്ഞു ഇത് ഭ്രാന്താണെന്ന്. എന്തായിരുന്നു ആ സ്വപ്നങ്ങളെന്നല്ലേ? 1. ടെസ്ല, അതായത് പുകതുപ്പുന്ന കാറുകൾക്ക് പകരം ഇലക്ട്രിക് കാറുകൾ. 2. സ്പേസ് എക്സ്, മനുഷ്യനെ ചൊവ്വയിലെത്തിക്കുക. 3. സോളാർ സിറ്റി, എല്ലാവർക്കും ശുദ്ധമായ സൗരോർജ്ജം. ഓർക്കണം, അക്കാലത്ത് ഇതൊക്കെ കേൾക്കുന്നവർക്ക് വെറും നടക്കാത്ത സ്വപ്നങ്ങളായിരുന്നു. പക്ഷേ വിജയത്തിലേക്കുള്ള വഴി എപ്പോഴും പൂക്കൾ വിരിച്ചതായിരിക്കില്ലല്ലോ. മസ്കിന്റെ ജീവിതത്തിൽ ആ വഴി നിറയെ കല്ലും ഉള്ളുമായിരുന്നു, പ്രത്യേകിച്ച് സ്പേസ് എക്സിന്റെ കാര്യത്തിൽ. ഈ നമ്പർ കണ്ടോ? 3. ഒന്നല്ല, രണ്ടല്ല, തുടർച്ചയായി 3 തവണയാണ് സ്പേസ് എക്സിന്റെ റോക്കറ്റുകൾ വിക്ഷേപണത്തിനിടെ കത്തി നശിച്ചത്. കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ തീഗോളമായി മാറുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. ലോകം ഒന്നടങ്കം അദ്ദേഹത്തെ കളിയാക്കി. മാധ്യമങ്ങൾ എഴുതി, മസ്കിന്റെ സ്വപ്നം അസാധ്യം, സ്വന്തം സമ്പാദ്യം മുഴുവൻ കൺമുന്നിൽ കത്തിത്തീരുകയാണ്, എല്ലാം കഴിഞ്ഞു, ഈ കഥ ഇവിടെ തീർന്നു എന്നെല്ലാവരും ഉറപ്പിച്ചു. പക്ഷേ ആ സമയത്തും മസ്ക് എന്താ പറഞ്ഞതെന്നറിയാമോ? ഞാൻ ഒരിക്കലും തോൽവി സമ്മതിക്കില്ല. ശ്രമം ഉപേക്ഷിക്കുന്നതിലും നല്ലത് എനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുന്നതാണ്. ഇത് വെറും വാക്കുകളായിരുന്നില്ല, അദ്ദേഹത്തിന്റെ ഉറച്ച തീരുമാനമായിരുന്നു. ആ പരാജയത്തിന്റെ ആഴങ്ങളിൽ നിന്നായിരുന്നു വിജയത്തിലേക്കുള്ള ഒരു അവിശ്വസനീയമായ കുതിപ്പ്. ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചു കണ്ട ഒരു ഗംഭീര തിരിച്ചുവരവ്. 4ാമത്തെ ശ്രമം. ആ റോക്കറ്റ് വിജയകരമായി ബഹിരാകാശത്തെത്തി. കളിയാക്കിയ അതേ ലോകം അത്ഭുതത്തോടെ നോക്കി നിന്നു. ഒരു സ്വകാര്യ കമ്പനിക്ക് ഒരിക്കലും സാധിക്കില്ല എന്നു പറഞ്ഞ കാര്യം ആ ഒരൊറ്റ മനുഷ്യന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് സാധ്യമായി. ഇന്ന് നാസ പോലും ബഹിരാകാശത്തേക്ക് ആളുകളെ അയക്കാൻ ആശ്രയിക്കുന്നത് സ്പേസ് എക്സിനെയാണ്. സ്പേസ് എക്സിന്റെ അതേ കഥയായിരുന്നു ടെസ്ലയുടേതും. സാമ്പത്തികമായി തകർന്നു പോകുമായിരുന്ന അവസ്ഥയിൽ നിന്നാണ് ടെസ്ല കരകയറിയത്. പെട്രോൾ എഞ്ചിനുകൾ മാത്രം കണ്ടിരുന്ന ഒരു ലോകത്തേക്ക് ഇലക്ട്രിക് കാറുകൾ, ഓട്ടോ പൈലറ്റ്, ക്ലീൻ എനർജി എന്ന വിപ്ലവം കൊണ്ടുവന്നത് ടെസ്ലയാണ്. അതിന്റെ ഫലം എന്തായി? എല്ലാവരും പരിഹസിച്ച ആ ഇലക്ട്രിക് കാർ എന്ന ആശയം ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കാർ കമ്പനിയായി മാറി. മസ്കിന്റെ ആ സ്വപ്നം ഇന്ന് ലോകം മുഴുവൻ ഏറ്റെടുത്തു കഴിഞ്ഞു. അപ്പോ എലോൺ മസ്കിന്റെ ജീവിതമെന്നത് വെറുമൊരു വ്യക്തിയുടെ കഥയല്ല, അത് നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു വലിയ പാഠമാണ്. ശരിക്കും എന്താണ് മസ്കിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്? വളരെ സിമ്പിളായി പറഞ്ഞാൽ 3 കാര്യങ്ങൾ. 1. വലുതായി സ്വപ്നം കാണുക. 2. അതിനുവേണ്ടി കഠിനമായി അധ്വാനിക്കുക. 3.
ഏറ്റവും പ്രധാനം, എത്ര തവണ വീണാലും ഒരിക്കലും പിന്മാറാതിരിക്കുക. ഒരുപക്ഷെ ഇതായിരിക്കാം വിജയത്തിലേക്കുള്ള യഥാർത്ഥ വഴി. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ വാക്കുകളൊന്നുകൂടി കേൾക്കൂ. പറഞ്ഞാൽ എല്ലാവരും ചിരിക്കും, ചെയ്താൽ ലോകം കൈയടിക്കും. നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ കേട്ട് ആരെങ്കിലും ചിരിക്കുന്നുണ്ടോ? എങ്കിൽ ഓർക്കുക, ഒരുപക്ഷേ നിങ്ങൾ ശരിയായ വഴിയിൽ തന്നെയാകാം. നിങ്ങളുടെ സ്വപ്നം എന്താണ്? അത് നേടിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ?